ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദൻ്റെയും ഇസബെല്ലയുടെയും ഒരുമിച്ചുള്ള ഒരു വീഡിയോ കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ദേവിക. സ്വന്തം ഭർത്താവാണ് മറ്റൊരു സ്ത്രീയെ ഭാര്യ എന്ന പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അത് ദേവികയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാവുന്നുണ്ടെങ്കിലും താനിപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്. മിസ്സിംഗ് ആയ ഫയൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തിനേക്കാളും പ്രധാനം. അതുകൊണ്ട് തന്നെ എല്ലാ വേദനയും ഉള്ളിൽ കടിച്ചമർത്തി ദേവിക നേരെ ഹോം സ്റ്റേയിലേക്ക് ഗിരീഷിനെയും കൂട്ടി പുറപ്പെടുന്നു. ഗിരീഷിനോട് തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ അത്രയും ദേവിക തുറന്നു പറയുന്നുണ്ട്. ദേവികയുടെ വിഷമങ്ങൾ ദേവിയേക്കാൾ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടെന്നും അത് ശാരികയാണെന്ന് ഗിരീഷും പറയുന്നുണ്ട്. പിന്നീട് ദേവികയെ ഓർത്താണ് നന്ദൻ്റെ വിഷമം എന്ന് മനസ്സിലാക്കുന്ന ഇസബെല്ല നന്ദന് മുന്നിൽ ഇമോഷണൽ ഡ്രാമ കളിച്ചുകൊണ്ട് അയാളുടെ മനസ്സ് തന്നിൽ നിന്നും വഴുതി പോകാതിരിക്കാൻ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ശേഷം കെവിൻ ശാരികയ്ക്ക് ഒരു വാച്ച് സമ്മാനമായി നൽകിക്കൊണ്ട് അവളെ പൂർണ്ണമായിട്ടും തൻ്റെ നിയന്ത്രണത്തിലൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാരികയുടെ ഉദ്ദേശമെല്ലാം ഇപ്പോൾ വ്യക്തമാണ്. കെവിനോട് അവൾക്ക് പ്രണയമൊന്നുമില്ല. തൻ്റെ ചേച്ചിയെ കെണിയിൽ നിന്നും രക്ഷിക്കുക, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി കെവിൻ്റെ മുന്നിൽ ശാരിക തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അയാളെ സുഖിപ്പിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കുന്നു. അവസാനം എല്ലാവരുടെയും സമയം കുറിക്കാനുള്ള ഒന്ന് തന്നെയാണ് താൻ എനിക്ക് സമ്മാനമായിട്ടുള്ള നൽകിയത് എന്നും പകയോടുകൂടി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ശാരിക. പിന്നീട് സിദ്ധാർത്ഥൻ ദേവികയെ വിളിച്ച് CMൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ ഫയലില്ലാതെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കാൻ വയ്യ, ഞാൻ ഫയൽ അന്വേഷിച്ചുള്ള യാത്രയിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. ഗിരീഷാണെങ്കിലും ശാരികയ്ക്ക് വാക്ക് കൊടുത്തതുപോലെ നന്ദനെ കയ്യിൽ കിട്ടിയാൽ രണ്ട് പൊട്ടിക്കണമെന്ന് തന്നെ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേവികയും ഗിരീഷും ഹോം സ്റ്റേയിലെത്തുന്നു. 5-ാം നമ്പർ മുറിയിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ദേവിക അവിടെ വരുമെന്ന് നന്ദൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദൻ തന്നെയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ദേവികയെയും ഗിരീഷിനെയും ഒരുമിച്ച് കണ്ട് ഷോക്കിംഗ് ആയി നിൽക്കുകയാണ് കേട്ടോ നന്ദൻ. ഇതേസമയം ആരാ നന്ദ എന്ന് ചോദിച്ചുകൊണ്ട് ഇസബെല്ലയും റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടതോടെ താൻ കണ്ട ആ വീഡിയോ 100% സത്യമാണെന്ന് തന്നെ ദേവികയും തിരിച്ചറിയുന്നു. ഗിരീഷ് ആണെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടത് വെറും വാർത്തയല്ല, അതിലെന്തോ കഴമ്പുണ്ട്. ശാരികയുടെ കണ്ടെത്തലുകൾ സത്യമാണെന്നും ഗിരീഷ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദേവി എന്ന് ഞാൻ എന്ന് നന്ദൻ പറയാൻ തുടങ്ങുന്നതും നന്ദുവിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എൻ്റെ ഫയൽ എവിടെ, എനിക്കത് വേണം. ഇന്ന് വൈകുന്നേരം CMമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നാണം കെട്ട് നിൽക്കാൻ എനിക്ക് വയ്യ എന്നെല്ലാം ദേവി പറയുമ്പോൾ ദേവിയേക്ക് ഫയൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെന്തിനും നന്ദനെ പഴിചാരണം. ദേവിക തന്നെ അത് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ആരെങ്കിലും അതെടുത്ത് മാറ്റി കാണും. അതിന് വെറുതെ നന്ദൻ്റെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നത് ശരിയല്ല എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ നിർത്തടി, ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ആണ്, അതിൽ ഇസബെല്ല ഇടപെടണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദേവിക. ഗിരീഷ് ആണെങ്കിലും ഇസബെല്ലയ്ക്കും നന്ദനും നല്ലത് കൊടുക്കുന്നുണ്ട്. നന്ദൻ ശരിക്കും സിദ്ധാർത്ഥൻ സാറിൻ്റെ മകൻ തന്നെയാണോ? അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റീസും നന്ദനില്ലല്ലോ, എന്നിട്ടും മാഡവും രജനിയും എപ്പോഴും നന്ദൻ്റെ ഒപ്പം തന്നെയാണ്. ഇതൊക്കെ തെളിവ് സഹിതം അവരെ കൊണ്ട് കാണിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗിരീഷ്. തുടർന്ന് നന്ദൻ ഫയൽ തരുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ അറിയിക്കേണ്ടി വരും. അവർ ബലമായിട്ട് നന്ദനിൽ നിന്നും അത് വീണ്ടെടുക്കും എന്നെല്ലാം ദേവിക പറയുന്നുണ്ടെങ്കിലും ഇത് എന്തൊരു ഫയൽ നന്ദൻ്റെ കയ്യിലില്ലെന്ന് നന്ദൻ പറഞ്ഞതല്ലേ എന്നെല്ലാം ഇസബെല്ല പറയുന്നുണ്ടെങ്കിലും നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ദേവിക. ഏതായാലും അവസാന ജയം നമ്മുടെ ദേവികയുടെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. നന്ദൻ തൻ്റെ പെട്ടിയിൽ നിന്നും ആ പാർപ്പിട പദ്ധതിയുടെ ഫയൽ ദേവികയ്ക്ക് തിരികെ നൽകുന്നു. ശേഷം കാണിക്കുന്നത് നന്ദൻ ചന്ദ്രോത്തും മടങ്ങിയെത്തുന്നുണ്ട്. അതോട് കാര്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ സിദ്ധുവും പ്രഭാവതിയും ഒക്കെ അറിയുന്നുണ്ട്. ഈ പാവം കുട്ടിയെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല, ഞാൻ നിൻ്റെ അച്ഛനും അല്ല എന്ന് തന്നെ തൻ്റെ നിലപാട് നന്ദനോട് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ സിദ്ധു. ദേവികയാണെങ്കിൽ CMമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് ചന്ദ്രോത്ത് എത്തുന്നത്. അത് മറ്റൊന്നുമല്ല, തന്നെ ചതിച്ച നന്ദുവിൻ്റെ ജീവിതത്തിൽ നിന്നും ചന്ദ്രോത്ത് നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങാൻ തന്നെ ദേവിക തീരുമാനമെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്